കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടി ശോഭന. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി റോഡ് ഷോയിലടക്കം നടി ശോഭന പങ്കെടുത്തിരുന്നു. അതേസമയം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ള പത്രക്കാരുടെ ചോദ്യം നിഷേധിക്കാതെ തന്നെ താനിപ്പോൾ സിനിമയിലാണെന്നും ബാക്കി പിന്നീട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സസ്പെൻസും ശോഭന അവശേഷിപ്പിച്ചു. ആ വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂന്നാം ഘട്ടത്തിൽ തുടരുകയാണ്. ഇതിനിടെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് അപ്രതീക്ഷിത അതിഥിയായി നടിയും നർത്തകിയുമായ ശോഭന എത്തിയത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിൽ 1 കിലോമീറ്ററിലധികം റോഡ് ഷോയിൽ നടി പങ്കെടുത്തു. തന്റെ എല്ലാ പിന്തുണയും രാജീവ് ചന്ദ്രശേഖറിനുണ്ടെന്ന് ശോഭന പറഞ്ഞു. അതേസമയം രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെ പറ്റിയുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യം നടി ശോഭന നിഷേധിച്ചുമില്ല. ഫസ്റ്റ് ഞാൻ മലയാളം മര്യാദയ്ക്ക് സംസാരിച്ചോട്ടെ, പ്രസംഗിക്കാനെല്ലാം. സോ ദെൻ എനിവേ ഐ ആം just an actor with my own hopes and dreams. For now. ശോഭനയുടെ വരവിനെ രാജീവ് ചന്ദ്രശേഖർ വിഷുദിനത്തിൽ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും അറിയാം, ശോഭന ഒരു ഐക്കോണുമാണ്, നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ തരുന്ന ഒരു സ്റ്റാറുമാണ്. ശോഭന മാഡം ജസ്റ്റ് ഒരുമാതിരി ഐക്കോൺസ് അത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആണ്. എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. സ്വകാര്യ ഹോട്ടലിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെ നടി ശോഭനയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ വിഷുക്കൈനീട്ടവും കൈമാറി. നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കാട്ടാക്കടയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും ശോഭന പങ്കെടുക്കും. ജനം, തിരുവനന്തപുരം.